നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ തൻ്റെ കൊട്ടാരമറ്റൻ തറവാട്ട് വീട്ടിൽ പോയിട്ട് സ്റ്റാലിനി വീട്ടിലേക്ക് പോരുവാണ്. അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, തൻ്റെ അനുജന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് സ്റ്റാലിനി ഒരുക്കമായിരുന്നില്ല. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ശരി, ആകാശം ഇടിഞ്ഞു വീണാൽ ശരി, തൻ്റെ മകളെ താൻ ഇനി ഒരനാഥാലയത്തിലും അല്ലെങ്കിൽ ഒരിടത്തേക്കും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് സ്റ്റാൻലി അവിടുന്ന് പോരുന്നത്. അവളെ പറഞ്ഞു വിടാനായിട്ട് ആരൊക്കെ വന്നാലും ശരി, ഒരു കാരണവശാലും അത് നടക്കില്ല എന്ന് സ്റ്റാൻലി ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ തീരുമാനം തൻ്റെ അനുജന്മാരോട് വെളിപ്പെടുത്തിയിട്ടാണ് സ്റ്റാൻലി പോരുന്നത്. അതേ സമയത്ത് ബാലേന്ദ്രമേനോൻ മദ്യപിച്ചെത്തിയിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും വലിയ ദേഷ്യത്തോട് കൂടിയിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു. വൈജയന്തി വന്നിട്ട് ബാലേന്ദ്രമേനോട് പറഞ്ഞു, ഓഹോ, അപ്പം നിങ്ങൾ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചു. ബാലേന്ദ്രമേനോട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞ കാര്യങ്ങളൊന്നും. കാരണം തന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന അവൾക്ക് എന്ത് അർഹതയുള്ളതെന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിനറിയും. അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു, എന്നാലും അച്ഛൻ മദ്യപിക്കേണ്ടിയിരുന്നില്ല. അലീന ചേച്ചി ഉണ്ടായിരുന്ന അച്ഛൻ മദ്യപിക്കുമായിരുന്നോ? മോളെ, അവൾ എൻ്റെ ബലവും താങ്ങുമൊക്കെ ആയിരുന്നു. അവിടെ പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെ, അവളുണ്ടായിരുന്നെ ഞാൻ മദ്യപിക്കില്ലായിരുന്നു, അവൾ അതിന് സമ്മതിക്കില്ലായിരുന്നു. കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇനിയിപ്പം മദ്യപിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബാലേന്ദ്രമേനോൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടോണ്ട് വന്ന് വൈജയന്തി പറഞ്ഞു, അല്ലെങ്കിലും അതെ, അവള് പോയതിൻ്റെ വിഷമത്തിലായിരിക്കുമല്ലേ. അല്ല, നിങ്ങൾ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചുകൊണ്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രമേനോനെ കുറ്റപ്പെടുത്തുവാണ്. കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ചോണ്ടൊന്നുമല്ല, അപകടം സംഭവിക്കും അങ്ങനെയൊക്കെ. അപ്പോഴേക്കും ബാലേന്ദ്രമേനോൻ പറഞ്ഞു, അതെ, എൻ്റെ കാര്യത്തിൽ നിനക്ക് ഇത്ര കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടെ നല്ല സേഫായിട്ട് തന്നെ വന്നേ, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. മദ്യപിച്ചാലും എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിൽ തന്നെയാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടാണോ നീ വണ്ടിക്കടിയിൽ പോയത്? അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ പോയി തവള കിടക്കുന്ന പോലെ കിടന്നേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തിയെ കുറ്റപ്പെടുത്തുവാണ്. എടി, നിന്റെ അഹങ്കാരത്തിന്റെ കൂടുതലുണ്ടാ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നീ ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്ക് നാശമായിരിക്കും ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ മദ്യപിച്ച എനിക്കിപ്പോൾ എന്താ, ബാലേന്ദ്രൻ ഒടുവിൽ പോയി കിടക്കേണ്ട വരും. ഇന്നാൾ പോയി കിടന്ന ലൈസിൽ അതുപോലെ തന്നെ. എടി, അങ്ങനെയൊന്നും പോയി കിടക്കാൻ പോകുന്നില്ലടി. ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു പോക്കോ പോകത്തുള്ളൂ, അങ്ങ് മോളിലേക്ക്. അത് പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും ഈ ബാലേന്ദ്രൻ അങ്ങനെ പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ സമാധാനം കിട്ടും, നിന്റെയൊക്കെ തിരുമോന്ത കാണണ്ടല്ലോ. അപ്പോഴേക്കും കൃഷ്ണമോള് വന്ന് ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ബാ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, അച്ഛൻ മദ്യപിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അച്ഛന് വയ്യാത്തല്ലേ ഈ ഗുളികയെല്ലാം കഴിക്കണ സമയത്ത്. മോളെ, ചില സമയത്ത് നമുക്കിങ്ങനെയാ, ചില സമയത്ത് നമ്മുടെ മൈൻഡ് കൺട്രോളിൽ വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോയെന്നിരിക്കും. എന്നാലും വേണ്ടിയിരുന്നില്ല അച്ഛാ. അലീന ചേച്ചിക്ക് ഇത് അറിഞ്ഞപ്പോൾ എത്രമാത്രം വിഷമമെന്നറിയാവോ? പോകുന്ന സമയത്ത് അലീന ചേച്ചി പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ട് പോയതല്ലേ, അതും എന്നോടാ പറഞ്ഞ അച്ഛനെ നോക്കണം എന്നൊക്കെ. മോളെ, എൻ്റെ നെഞ്ചിങ്ങനെ ഇരുന്ന് മിങ്ങിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുക. ഏത് സമയത്താണ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല. ഒരു ബോംബ് പൊട്ടുന്ന പോലെ അതങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അല്ല, ഞാനങ്ങോട്ട് പൊട്ടിക്കട്ടെ ആ സത്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ വേണ്ട അച്ഛാ. കാരണം കൃഷ്ണമോൾക്കറിയാം പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി, വേണ്ടെങ്കിൽ വേണ്ട, എനിക്കറിയാൻ പറ്റുന്നുണ്ട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ എന്നിട്ട് ചോദിച്ചു, അച്ഛനിത് എന്ത് പറ്റി? അച്ഛന് മുഖമൊക്കെ വല്ലായിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കിടക്കുവാണ്. കൃഷ്ണമോൾക്ക് നല്ല സങ്കടം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിച്ചാൻ ചെന്നിട്ട് ചോദിച്ചു, എടാ നീ ഇത് എവിടെ പോയതാ ലാലിച്ച? അപ്പച്ച, ഞാൻ കൊട്ടാരമരപ്പം വരെ പോയി. കൊട്ടാരമരത്തേക്ക് നീ എന്തിനാടാ പോയത്? അതെ, അവന്മാരെ ഒന്ന് കാണണമായിരുന്നു. എന്നെ വിളിച്ച് വലിയ ഭീഷണി, അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്, എൻ്റെ മകളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്. ഞാൻ വിട്ടു കൊടുക്കുവോ? പറയേണ്ട പോലെ തന്നെ പോയി പറഞ്ഞിട്ടാ വന്നിരിക്കുന്നേ. ഒരു കാര്യം മനസ്സിലായി, അവിടുന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പുനലൂർക്ക് പോയതാണ് സ്റ്റാൻലി. വെറുതെ അല്ല അത്ര ദേഷ്യത്തോടു കൂടി പോയത്. ഇപ്പം അനുജന്മാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കും. അതിപ്പോൾ സ്റ്റാലി ഒന്നും നോക്കത്തില്ല. എത്ര വലിയവനാണെങ്കിലും ശരി. അങ്ങനെ സ്റ്റാലി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അലീന വന്നിട്ട് ചോദിച്ചു, അല്ല വല്യപ്പച്ച എന്താ പറഞ്ഞേ? പപ്പ എവിടെ പോയതാന്ന് പറഞ്ഞോ? പുനലൂര് വീട്ടിലേക്ക് പോയതെന്ന്. കൊട്ടാരം മറ്റും തറവാട്ടിലേക്ക്. അതെന്തിനാ ഇപ്പൊ പപ്പ പെട്ടെന്ന് അങ്ങോട്ട് പോയത്? അതെ, അനുജന്മാരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവന്മാരുടെ സ്വഭാവം അറിയാലോ. കാരണം നിന്നെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അവന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞു കാണും. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ പോയതാന്ന് പറഞ്ഞു. ഇന്ന് അവന്മാർക്ക് കിട്ടാനുള്ളത് മിക്കവാറും കൊടുത്തു കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവത് കുടിച്ചായനും വന്നിരുന്നു. അവത് കുടിച്ചായൻ പക്ഷെ കൈയൊന്നും കഴുകാതെ വന്നിരുന്നേ. അപ്പച്ചൻ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു, ഓ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഉപവാസത്തില. ഓ, അവളുടെ കക്ഷി ചേർന്ന് അപ്പച്ചനും എന്നെ വെല്ലുവിളിക്കണം. പിന്നെ നിന്നെ വെല്ലുവിളിക്കാൻ എനിക്കെന്താ എൻ്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? പിന്നെ ഉപവാസം എന്നൊക്കെ പറഞ്ഞു. എടാ, ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ലാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ലാലിച്ചാൽ നമുക്ക്. എന്നെ പോലെ ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് നിരാഹാരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അവളുടെ നിരാഹാരത്തിന് എന്താ ഒരു വില? അതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ട. ഓഹോ, അപ്പോൾ അലീന നിരാഹാരം ഇരിക്കുമ്പോഴെല്ലാം അപ്പച്ചനും നിരാഹാരം ഇരിക്കുമായിരിക്കും. എടാ, പുഷ്പം പോലെ ഞാനിരിക്കും. എനിക്ക് അപ്പച്ചൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ട്. സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല ലാലിച്ച. ഉപവാസത്തിന് സുഖം ഒരുത്തി മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അതെ, നമുക്കെന്താ ഉപവസിച്ചാൽ കായ്ക്കുമോയെന്ന് ചോദിച്ചു. നടക്കട്ടെ നടക്കട്ടെ എന്ന് സ്റ്റാലി പറഞ്ഞു. എന്താണെങ്കിലും കുറേ സമയം കഴിഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി. അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു. അത് കുടിച്ചാൻ പറഞ്ഞു, കഴിക്കും മോളെ, നന്നായിട്ട് കഴിക്കുക. കാരണം ഇന്നലെ ഉപവാസം എടുത്തല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും സാരമില്ല വല്യപ്പച്ചാന്ന് പറഞ്ഞു. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഓ, അത് ആദ്യ ദിവസം ആയതുകൊണ്ട്. ഇത് ശീലമായി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അതൊന്നും പ്രശ്നമല്ലെന്ന് മട്ടില്ല. സ്റ്റാലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം അലീനയുടെ ഉപവാസ ദിവസമായിരുന്നു. അലീനയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നത് പോലുമില്ല. അപ്പോഴേക്കും സ്റ്റാലി പൗലോസിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, അതെ ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഉപവാസമാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അന്ന് ഉച്ച വരെയൊക്കെ അവധി കുടിച്ചാൻ ഉപവാസം ഇരുന്നു. പക്ഷെ ഉച്ചയായപ്പോഴത്തേനും അവധി കുടിച്ചാൻ വന്നു. അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് സ്റ്റാലിയോട് പറഞ്ഞേടാ, ഉദ്ദേശിച്ച പോലെ അത്ര സുഖമല്ല കേട്ടോ ലാൽച്ച ഈ ഉപവാസം. വയറ് കാഞ്ഞിട്ട് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നാവാം. സ്റ്റാലിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എടാ, നീ അവളെ തിരിച്ചു കൊണ്ടുപോയി വിട്ടേക്ക് ലാലിച്ച. മര്യാദയ്ക്ക് വല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ പട്ടിണി. നമ്മൾ എന്തിനാ ഈ പാപഭാരം എല്ലാം കൂടെ ചുമക്കുന്നേ? പിന്നെ നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ നിരാഹാരം ഇരിക്കാനായിട്ട്? സ്റ്റാലിക്ക് ദേഷ്യം വരുന്നു. അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ. നീയായിട്ട് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോയിക്കോളാം. അതെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മകളാണെങ്കിൽ അവൾ ഇവിടെ നിൽക്കും. എടാ, ഈ 3 ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസം മാത്രമല്ല അവൾ ഭക്ഷണം കഴിച്ചിടൂ. അവളുടെ മുഖത്തോട്ട് നോക്കിയാലറിയാം അതിൻ്റെ വാട്ടോ കണ്ണെല്ലാം കുഴിഞ്ഞ് കവളയ്ക്ക് ഒട്ടി. 3 ദിവസം കൊണ്ട് കോലം കെട്ടുപോയി. അപ്പച്ചനൊരു കാര്യം ചെയ്യാം, ചോറുണ്ടിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. പുനലൂരി എന്നാൽ ഇഷ്ടം പോലെ പണി കാണുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോടെ സ്റ്റാലി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിച്ചാൽ ആ പ്ലേറ്റ് അങ്ങ് തള്ളി നീക്കിയിട്ട് ചാടി എഴുന്നിട്ടു. പിന്നെ നിന്റെ ചോറ് തിന്നിട്ട് വേണ്ടേ? ഞാനിങ്ങോട്ട് വന്ന ചോറ് തിന്നാൻ വേണ്ടിയല്ലടാ ഞാനിങ്ങോട്ടേക്ക്. ഒന്ന് പോടാവേ. നീ എന്നാ വലിയ കേണലായത്? എൻ്റെ മടിയിൽ കിടന്ന അപ്പിയുടെ മൂത്രമൊക്കെ ചെയ്തിട്ടുള്ളവനല്ലേടാ നീയ. അതും പറഞ്ഞിട്ട് അത് കുടിച്ചാൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. വാതക്കൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഈ നിമിഷം മുതലേ ഞാനും ചിന്നമ്മ ഒറ്റക്കെട്ട. ഞങ്ങളെ തോൽപ്പിക്കാമെങ്കിൽ നീ തോൽപ്പിക്കുക, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അത് കുടിച്ചാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് സ്റ്റാലി പോയി നോക്കി കഴിയുമ്പോഴത്തേനും അലീന നായ്ക്കളെയൊക്കെ കൊഞ്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് നല്ല ക്ഷീണമാണെന്നുള്ള കാര്യം മനസ്സിലായി. സ്റ്റാലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി എന്ത് ചെയ്തു, അലീനയുടെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, എന്താ പപ്പ എന്ന് ചോദിച്ചു. അതെ, നീ ഇങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ആ കയ്യിലേക്ക് പിടിച്ചു. അല്ല പപ്പ, കാര്യം എന്താ വെച്ചാൽ പറ. എന്നിട്ട് പിന്നീട് പൗലോസിനെ വിളിക്കുകയാണ്. പൗലോസ് വന്നു. അലീനയും കൂടെ നേരെ ഡൈനിങ് റൂമിലേക്ക് പോയി. ഊണുമേശയ്ക്കയിലേക്ക് വന്നു. അതെ, ഇതെൻ്റെ മകളാണ്. ഇനി മുതൽ ഇവള് പറയുന്ന പോലെ വേണം ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട്.
ഇന്ന് മുതൽ ഭക്ഷണം ഉണ്ടാക്കണത് എന്ന് ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, സദ്യ വെക്കണമെന്ന് പറഞ്ഞാൽ വേണം, ഒരു കാര്യത്തിന് എൻ്റെ അടുത്തൊരു പരാതിയും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അതായത് ഇനി നിന്റെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ എൻ്റെ മോള് പറയുന്ന പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുക. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോളാം പൗലോസിനോട് പറഞ്ഞു. പൗലോസ് ഒരു നിമിഷം അന്തം വിട്ടുപോയി. ഇതെന്ത് കൂത്ത് എന്നൊരു ചിന്തയായിരുന്നു പൗലോസിൻ്റെ മനസ്സിൽ. ഇങ്ങനെയൊന്നും പൗലോസ് ഒരിക്കലും ചിന്തിച്ചിരുന്നു പോലുമില്ല. പൗലോസ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കണം. അപ്പോഴേക്കും അവധക്കുടിച്ചാൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടാ, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയട പൗലോസെ. അല്ല മുതലാളി, ഞാൻ ഇത്രയും കാലം ഒരു കുഴപ്പവും കാണിക്കാതെ സമ്മതിച്ചു. നീ നന്നായിട്ട് തന്നെ ജോലി ചെയ്തേ. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞു. പോയിക്കോളാൻ പറഞ്ഞു. പൗലോസ് അടുക്കളയിലേക്ക് പോയി. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീന സ്റ്റാലിയെ നോക്കി. അപ്പോഴേക്കും സ്റ്റാലി ചോദിച്ചു, നിനക്ക് തൃപ്തിയായില്ലേ? താങ്ക് യു പപ്പ എന്ന് പറഞ്ഞു. സ്റ്റാലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് ചപ്പാത്തി കറികളൊക്കെ ഇട്ടു. അതെ, ഇനി നിനക്ക് സമരം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സോറി പപ്പ. എന്തിനെന്ന് ചോദിച്ചു. അല്ല, പപ്പായ്ക്കെതിരെ ഞാൻ സമരം ചെയ്തേനെ. ഓഹോ, അപ്പോൾ സമരം തന്നെയായിരുന്നു അതല്ലേന്ന് ചോദിച്ചു. അല്ല സോറി, ശരി, എന്താ നീ ഇരുന്ന് കഴിക്കുക. അല്ല പപ്പ, എനിക്ക് എന്തേലും തന്നിട്ട് വേണം എൻ്റെ ഉപവാസം അവസാനിപ്പിക്കാൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ഒന്ന് നോക്കി. പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് ഫുഡ് എടുത്ത് അലീനയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അലീന ഇത്. കാരണം അത് കുടിച്ചായം പോലെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരിക്കലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയല്ല. അങ്ങനെ എന്താണെങ്കിലും ആദ്യമായിട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് സ്റ്റാലി വാരി കൊടുക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.